ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് കോട്ടൂർ വ്ലോഗ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരുപാട് നാളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നുമില്ല. അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുവാണ്, നമ്മുടെ ചാനലിന് എന്ത് പറ്റി, വീഡിയോസൊന്നും കാണാറില്ലല്ലോ. ഇടയ്ക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും ചില സുഹൃത്തുക്കൾ വന്നിട്ട് ചോദിക്കും, നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നും കാണാറില്ല, എന്ത് പറ്റിയെന്ന്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഇപ്പം ഒരു മാസത്തോളം കാലമായി നമ്മുടെ ചാനലിൽ വീഡിയോസൊന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല, എന്താണ് നമ്മുടെ ചാനലിന് പറ്റിയത് ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ട്രാവൽ കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ഫുഡ് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഊരുകളിലേക്ക് പോകുന്ന ഒരു യാത്ര, അങ്ങനത്തെ ഒരു കണ്ടൻറ്റൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരു മാസമായിട്ട് നമ്മളെ വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ തുടക്കം തന്നെ ഞാൻ പറയാം, നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ ഊരുകളിലോട്ടുള്ള യാത്രയും അതുപോലെ നമ്മൾ ഉൾവനങ്ങളിലോട്ട് നമ്മുടെ മേഖലയിലോട്ടുള്ള യാത്രകളൊക്കെ മാക്സിമം നമ്മൾ ഒറ്റയ്ക്ക് എനിക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ കഴിഞ്ഞ മാസം ജനുവരി 8-ാം തീയതിയാണ് നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, അതായത് മുടി നട്ടുപിടിപ്പിക്കൽ ചികിത്സ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് വെയിലടിക്കാനും പുറത്ത് പോകാനും തല വിയർക്കാനും അങ്ങനെയൊന്നും പറ്റത്തില്ല. ഏകദേശം ഒരു 3 മാസത്തോളം കാലം നമ്മളിതിങ്ങനെ കെയർ ചെയ്യണം. അപ്പം ഡോക്ടർ പറഞ്ഞ അനുസരിച്ചാണ് നമ്മളിപ്പം അതിങ്ങനെ കെയർ ചെയ്യണതും. അങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകാറില്ല. പിന്നെ എന്തെങ്കിലും ഈ മെഡിസിനൊക്കെ മേടിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ കോട്ടൂർ പോകുന്നതും. പിന്നെ അല്ലാതെ ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഈ മുടി നട്ടുപിടിപ്പിക്കുന്ന ആ ഒരു ക്ലിനിക്കുണ്ടല്ലോ, ആ ഒരു ക്ലിനിക്കിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പം അവിടെ പോകേണ്ട ആവശ്യങ്ങൾക്ക് മാത്രം ഞാനിങ്ങനെ പോകും. അല്ലാതെ നമ്മൾ വെയിലടിച്ച് പുറത്തോട്ടൊന്നും അധികം പോകാറില്ല. പിന്നെ വീട്ടിലെ ചെറിയ ജോലികളൊക്കെ നമുക്ക് ചിലപ്പം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വെയിലടിച്ച് കുറച്ചിങ്ങനെ വെയിലൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ അതൊക്കെ ചെറുതായിട്ടൊക്കെ പോയി ചെയ്യും. അല്ലാതെ വലിയ ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയിലാണിപ്പം. അപ്പോൾ എന്തായാലും മുടി എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിരിമല ബേസ് ക്യാമ്പും അതുപോലെ അതിന് താഴെയൊക്കെ ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പ്ലാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 2 മാസം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ അതാണ് കേട്ടോ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്. ഈ 2025-ലായപ്പം എനിക്കൊരു വലിയൊരു യാത്ര പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. അതായത് നേപ്പാളോ അല്ലെങ്കിൽ ഭൂട്ടാനോ അല്ലെങ്കിൽ നമ്മുടെ കാശ്മീർ, ആ ഒരു ഏരിയയൊക്കെ ഇങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാനായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് ഞാൻ നമ്മുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. പിന്നെ അതുമല്ല, നമ്മുടെ ക്യാമറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സായി കേട്ടോ. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഫ്രണ്ട് പയ്യന് ഞാൻ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് ഇങ്ങനെ കിടന്നൊരു സമയത്ത് ആ പയ്യൻ ഇങ്ങനെ ടൂർ പോവുകയാണ്. അങ്ങനെ ക്യാമറ കൊടുക്കാമെന്ന് വെച്ച്, നമുക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, നമ്മൾ ക്യാമറ കൊടുത്തു. അങ്ങനെ ട്രെയിനിൽ വെച്ചിട്ട് ചാർജിന് കുത്തിയിട്ട സമയത്ത് നമ്മുടെ ക്യാമറ ആരോ അടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ആ പയ്യൻ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമറയും പോയി. അങ്ങനെ എല്ലാം കൂടെ ആയപ്പോൾ നമ്മളൊരു ശോകാവസ്ഥയിലാണ്, നമുക്ക് വീഡിയോസും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെ ഉണ്ണി എന്ന് പറഞ്ഞ ബ്രോയുടെ ഗോപ്രോയിലാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഉണ്ണി ബ്രോയുടെ ക്യാമറയാണ് ഞാൻ ഇടുക്കിയിലൊക്കെ യാത്ര ചെയ്തപ്പോഴും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആക്കിയെടുത്ത് നമ്മുടെ ചാനലിന് ഇത്രയും ഗ്രോ ആക്കി തന്നെ. നമ്മളിപ്പം ഈ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഗോപ്രോ എന്ന് പറയുന്ന ഈ ഒരു ഉണ്ണിച്ചേട്ടൻ്റെ ക്യാമറ കൊണ്ടിട്ടാണ്. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ ക്യാമറ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ പവർ ബട്ടൺ, അതായത് ഓണും ഓഫും ആക്കുന്ന ബട്ടൺ ചെറിയ കംപ്ലൈൻ്റ് ആയിരുന്നു. പിന്നെ അതും കൊണ്ട് ഞാൻ തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ പോയപ്പം അതിന് 1500 രൂപയായി അതിൻ്റെ സ്വിച്ച് മാത്രം മാറ്റിയെടുക്കുന്നതിന്. പിന്നെ എൻ്റെ ട്രാവൽ എക്സ്പെൻസ് എല്ലാം കൂടെ തന്നെ അത്യാവശ്യം പൈസകളൊക്കെ ചിലവായിട്ടുണ്ട്. അപ്പം ഉണ്ണിയണ്ണം പറഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ചയോളം എൻ്റെ കയ്യിൽ ഇനി ഈ ക്യാമറ കാണും. അപ്പം വീട്ടിൻ്റെ അടുത്തും ഇങ്ങനെ വെയിലടിച്ച് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. പിന്നെ നമ്മൾ ഒരു ഫോൺ മേടിച്ചിട്ടുണ്ടേ, ഒരു OnePlusൻ്റെ ഫോണ്, 256 GB മെമ്മറിയുള്ള ഫോണൊക്കെ മേടിച്ച് നമുക്ക് ദൂരെ യാത്രകളൊക്കെ പോകാം. അപ്പോൾ ഒരുപാട് എപ്പിസോഡുകളൊക്കെ ഷൂട്ട് ചെയ്ത് അതിനകത്ത് തന്നെ നമുക്ക് ഇടാൻ പറ്റും. അതെല്ലാം റെഡിയാക്കി വെച്ച സമയത്താണ് നമ്മുടെ ക്യാമറ ഇങ്ങനെ മിക്സ് ആവുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ഒരു ശോക അവസ്ഥയിലാണ്. അപ്പം നമ്മുടെ ട്രിപ്പിന് വെച്ചിരുന്ന ഫണ്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ക്ലിനിക്കിൽ ഇത് എനിക്ക് ഫ്രീ ആയിട്ടാണ്, ഗീവ് അവേക്ക് കിട്ടിയതാണ്. അപ്പം അവിടുത്തെ ചികിത്സകളെല്ലാം ഫ്രീ ആണ്. പിന്നെ അവിടെ പോകുന്നതിൻ്റെ ട്രാവൽ എക്സ്പെൻസും പിന്നെ അല്ലാതെ പുറത്തുനിന്നൊക്കെ മേടിക്കേണ്ട മെഡിസിനൊക്കെ അതൊക്കെ ഞാൻ തന്നെയാണ് മേടിക്കുന്നത്. അപ്പം ക്ലിനിക്കുകാർ ഇത്രയും വലിയൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തത് തന്നെ വലിയ സന്തോഷമാണ്. അപ്പം 1000 രൂപയ്ക്കകത്തുള്ള മരുന്നുകളൊക്കെയാണ് പുറത്തുനിന്നൊക്കെ മേടിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ മേടിച്ചോളാം. അപ്പം അങ്ങനെ എല്ലാം കൂടെയൊക്കെ ഫണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ
നമ്മുടെ ട്രാവൽ വീഡിയോസ് അങ്ങനെ എല്ലാം ഇപ്പം കുറച്ച് പെൻഡിങ് ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറെ ജോലിക്കോ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നമ്മൾ വെയിലടിച്ചുള്ള ജോലി അതുമല്ല തലയിൽ വെച്ച് ലോഡ് എടുത്തിട്ടാണ് നമ്മൾ അതിരുമലയിൽ പോകുന്നതും അവിടെ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാവലായാലും നമ്മളെ വീഡിയോസ് ആയാലും നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ 2025 എന്ന് പറയുന്ന ഈ ഒരു വർഷത്തിൽ നമ്മളിപ്പം 20K എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിലോട്ട് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും വലിയൊരു താങ്ക്സ് പറഞ്ഞിട്ട് ഒരു വീഡിയോസൊന്നും ചെയ്യാൻ വേണ്ടി പോലും പറ്റിയില്ല. പിന്നെ അതുമല്ല അല്ലാതെ നമ്മൾ ഒരു ഗീവ് അവേ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഫണ്ട് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ശോകാവസ്ഥയാണ് കേട്ടോ. അപ്പം എല്ലാം കൊണ്ട് നമ്മളങ്ങനെ ഒരു ശോകാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നല്ല വീഡിയോസൊക്കെ ഇട്ട് ഒരു യൂട്യൂബിൽ നിന്ന് ഫോക്കസ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും വീഡിയോസ് ഇട്ടൊരു വരുമാനം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. കാരണമെന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പം പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പം നമ്മളിതാ ഈ കാണുന്ന ക്യാപ്പ് ഉണ്ടല്ലോ, ഈ ക്യാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇറങ്ങാൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ വെയിലൊക്കെ അടിക്കണം, ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വെയിലൊക്കെ അടിക്കേണ്ട ഒരു ഇത് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ക്യാപ്പ് വെച്ചിട്ട് പോകാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നത്. പിന്നെ പൊടിയടിക്കാൻ പാടില്ല. പൊടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പച്ച മുടി ഭാഗത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും നമുക്ക് അധികം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ വീട്ടിലെ കുഞ്ഞ് ജോലികളൊക്കെ ചെയ്തിട്ടുള്ളൊരു ഇരിപ്പാണ്. പിന്നെ ഫുൾ സമയവും ഇപ്പോൾ ഉറക്കമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഉറക്കവും അങ്ങനെയുള്ള ഇരിപ്പാണ്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചാനലിൽ റെഗുലറായിട്ട് നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം നമ്മൾ ചില ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ട് അത് പിന്നെ നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവും. പിന്നെ നമ്മളെ കയ്യിൽ പൂർണ്ണമായിട്ടും എനിക്കുണ്ടാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സംഭവം നമ്മൾ സെറ്റാക്കി വരുമ്പോൾ മറ്റൊരു കാര്യം നമ്മളിൽ നിന്ന് മിസ്സാവും. ഇപ്പോൾ ഞാൻ നല്ലൊരു ഫോൺ എഡിറ്റിങ് എല്ലാത്തിനൊക്കെ വേണ്ടി നല്ലൊരു ഫോൺ റെഡിയാക്കിയപ്പോൾ നമ്മുടെ ക്യാമറ മിസ്സായി. അപ്പോൾ അങ്ങനെയാണ് ഒരു സംഭവം റെഡിയാക്കി കൊണ്ടുവരുമ്പം മറ്റൊന്ന് പോകും. അപ്പോൾ അങ്ങനെ കുറേ ഇങ്ങനെ ഫണ്ട് കയ്യിലിരിക്കുന്ന പൈസയുടെയൊക്കെ കുറേ ഇങ്ങനെ അതിങ്ങനെ പെട്ടെന്നിങ്ങനെ പോണ ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഇതുവരേക്കും നമ്മുടെ ചാനലിൽ നല്ല വീഡിയോസും കാര്യങ്ങളും ഒന്നും ഇടാത്തത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ പ്ലാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാനും ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ ഈ ക്യാമറ ചോദിക്കുമ്പോൾ ഈ ക്യാമറ ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ക്യാമറ ആ പയ്യൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നല്ലൊരു വീഡിയോസ് നമ്മൾ ചെയ്യും. അപ്പം അതിന് എന്ന് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്താണ് പ്ലാൻ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഊരുകൾ തേടിയുള്ള യാത്രയും ഊരുകളിലെ കാഴ്ചകളും ഉൾവനങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നതും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ചാനലിൽ അധികം റീച്ച് ആവുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കണ്ടൻറ്റുകൾ തന്നെ ആയിരിക്കണം എൻ്റെ ചാനലിലൂടെ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഗ്രാമങ്ങളൊക്കെ തേടി ഇങ്ങനെ ഒരു യാത്ര പോകണം, അതൊക്കെയാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് എന്തായാലും പഴയതുപോലെ പിന്നെയും നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പഴയതുപോലെ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത്, നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ അടുത്തൊന്നും നമ്മളെ വീഡിയോസ് എത്തത്തില്ല. അപ്പം അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്രത്തോളം വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ചാനലിന് യൂട്യൂബ് റീച്ച് കൊടുക്കുന്നതും കൂടുതൽ റെക്കമെൻഡേഷനൊക്കെ കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് പെൻഡിങ് ആയിരിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ വീഡിയോസ് ഇടുമ്പം റെഗുലറായിട്ട് കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്താലേ പിന്നെ പഴയതുപോലെ നമുക്കൊന്ന് മൂവായിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും ആകെ ശോകാവസ്ഥയിലാണ്. അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇന്നും ഞാൻ പറയുവാണ്, ഇനി വീഡിയോസ് എടുക്കാൻ പറ്റും, എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് പഴയതുപോലെ റെഗുലറായിട്ട് വീഡിയോസ് ഇട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഇതെല്ലാം ഒന്ന് ഓക്കെ ആയിട്ട് നമ്മൾ പഴയതുപോലെ വീഡിയോസ് എടുത്ത് വരും. അപ്പം ഇതിപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്യാപ്പ് മാത്രമേ ഉപയോഗിച്ച് പോകാൻ പറ്റത്തുള്ളൂ. ഓവർ വെയിൽ, ചൂട്, അങ്ങനെ ഹീറ്റ് ഒന്നും തലയ്ക്ക് പാടില്ല. അപ്പം നമുക്കറിയില്ല, ഇപ്പോൾ ഒന്നാമത് വേനൽക്കാലമാണ്, എവിടെ പോയാലും ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ ക്യാമറ അതൊരു വലിയൊരു സംഭവമാണ്. അപ്പം എന്തായാലും നമ്മുടെ ചാനൽ പഴയതുപോലെ തന്നെ മുന്നോട്ട് കയറി വരണം. അതുപോലെ നമ്മുടെ എപ്പിസോഡുകളൊക്കെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന
ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് അഗസ്ത്യാർകൂടം പോയിട്ടുണ്ടായിരുന്നു ഒരു 3-4 ദിവസം മുമ്പ്. അപ്പോൾ അഗസ്ത്യാർകൂടം യാത്രയൊക്കെ പോയപ്പോൾ നമുക്ക് ഒരുപാട് നമ്മുടെ ഒരു 5-6ഓളം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റി. അതിലൊരുപാട് സന്തോഷം. ഒരു ചേട്ടൻ നമ്മുടെ വെള്ളനാട് സ്കൂളിലെ സാറാണ്. പിന്നെ ബാക്കിയുള്ള ചേട്ടന്മാരൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെയൊക്കെ കാണാൻ പറ്റി. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും നമ്മളെ പഴയതുപോലെ നമ്മളെ പഴയ ക്യാപ്പാണോ ഇനി പഴയ മുടി പഴയതുപോലെ എൻ്റെ മുടിയൊക്കെ വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പഴയതുപോലെ റെഗുലറായിട്ടുള്ള വീഡിയോസും എന്തായാലും നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ വേണ്ടി പ്ലാനുണ്ട്. എന്ന് വരും, എന്ന് നിങ്ങളുടെ മുമ്പിൽ നല്ലതുപോലെ നിൽക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷയില്ല. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ ഒരു കുഞ്ഞു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.